വർഷങ്ങൾ ട്രെയിൻ ചെയ്താണ് ഇവർ ക്രാഫ്റ്റ് പെർഫെക്റ്റ് ചെയ്യുന്നത്. സോ ദേ ഹാവ് പെർഫെക്റ്റഡ് ദ ക്രാഫ്റ്റ് ത്രൂ ലോങ് ഇയേഴ്സ് ആൻഡ് ദേ ആർ ഓൾസോ ഡെസ്റ്റിൻഡ് ഫോർ ഗ്രേറ്റ്നെസ് ലൈക്ക് യു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ ആ ട്രിവാൻഡ്രം MCH സഞ്ജു പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ അപ്പുറമൊക്കെ ട്രിവാൻഡ്രത്തുള്ള ഈ 3-4 പേര് ഇവരെല്ലാം കൂടെ നൗ വി ആർ ഫേസ് ടു ഫേസ് ഇൻ അനദർ സിറ്റി. അപ്പോൾ നമ്മുടെ സ്വന്തം കോഴിക്കോടിൽ ഒരു കോമൺ കോസിനായിട്ട് യുണൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഐ ഫൈൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. സഞ്ജുന് എന്ത് തോന്നുന്നു? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ കാലിക്കറ്റിൽ ഇത്രയും നല്ലൊരു പരിപാടിക്ക് മൈത്ര ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചതിനും എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഇത്രയും സന്തോഷമായിട്ട് ഞാനിവിടെ വന്നതിനും പല പരിപാടികൾക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ സാധാരണ ഞാൻ വിചാരിക്കുന്ന അവർ പെട്ടെന്ന് നോക്കും ആ സഞ്ജുനെ വിളിച്ചേക്കാം, അങ്ങനെയാണ്. അപ്പോൾ സച്ചിൻ ഡോക്ടർ പറയുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ ഇവൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എത്രമാത്രമാണെന്ന്. 1.5 വർഷം കൊണ്ട് ആലോചിച്ച് അതിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ സ്പെഷ്യൽ കോസ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഒരു തുടക്കമായി ഇനി സംസാരിക്കാം. അപ്പോൾ ഡോക്ടറിൻ്റെ ചോദ്യം എന്തായിരുന്നു? I remember. ചുമ്മാ ഇതൊക്കെ ഒരു പൊടി നമ്പർ അല്ലേ. സോ ഡെഫിനറ്റ്ലി ഡോക്ടർ പറഞ്ഞ പോലെ ലൈക്ക് വെരി ഹംബിൾഡ് ആക്ച്വലി. ലുക്കിംഗ് അറ്റ് ദ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ I like almost got very emotional. I think to be very honest, I am very genuinely from my heart very thankful to all the doctors, not only you all, especially doctors in Trivandrum and Kerala, all over the world. Like I know like how much my family is dependent on doctors and hospitals for them to be happy actually. So ദൈവത്തിൻ്റെ തുല്യം എന്ന് പറയുന്നത് പോലെ അത്രയും സ്പെഷ്യലാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി. So without doctors, my family wouldn't have survived, and without physios and orthos, I think I wouldn't have survived. So thank you so much for the service you provide to all of us. Thank you so much. Jyoti madam, ഒരു ഹായ് പറയൂ. So she is the head of our physio unit. She is ഇരിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ഫിസിയോ. ആക്ച്വലി ഈ സ്ട്രോക്ക് അവയർനെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്ട്രോക്കിന് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് ഫീൽഡിലുള്ള സ്ട്രോക്കിന് വേണ്ടി ബാറ്റ് ചെയ്ത ഒരാളെ കുറിച്ച് പറയാൻ പോവാണ്. അയാൾ ആരാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അയാൾ പറഞ്ഞു തന്ന 2 വാക്ക് പറയാം. ഐ വിൽ പ്ലേ സഞ്ജു സാംസൺ ഇൻ മൈ T20 ടീം ഓൺ എനി ഡേ. അയാൾ പറഞ്ഞൊരു വാക്കാണ്. അടുത്ത വാക്ക് പറയാനുണ്ട്. പിന്നെ പറഞ്ഞാൽ he constantly told that Sanju should play number 3. I mean, he is telling, recently he told, I am not saying that the number 3 is Virat, but Sanju's position where he has to play, അത് number 3 ആണ്. number 3 വന്നാലേ സഞ്ജു ശരിയാവുമെന്ന് കോൺസ്റ്റന്റ് ആയിട്ട് പറയും. പിന്നെ ഈ നമ്മുടെ ക്രിക്കറ്റ് ഫീൽഡിൽ അറിയാലോ, പലരും പറയുന്നത് ചിലപ്പോൾ ഒന്ന് പറയും, കുറച്ച് കഴിഞ്ഞ് മാറും. പക്ഷേ ഇദ്ദേഹം കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു സപ്പോർട്ട്. സ്ട്രോക്ക് അവയർനെസ്സിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഹർഷ ഭോഗ്ലെ വളരെ എംഫസൈസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള, സിംറ്റംസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവരുത്. ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രോക്ക് സിംറ്റംസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ സഞ്ജുവിൻ്റെ വാക്ക് കേൾക്കുക, എങ്കിലും പൂർണ്ണമാണെന്ന് പറയാമോ ഈ സ്ട്രോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ടത്? Sir mentioned ചെയ്ത പോലെ തന്നെ stroke symptoms are very commonly missed because it can mimic a lot of things. Because സോഡിയം കുറഞ്ഞതാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് the most unfortunate part about stroke is that it can mimic a lot of things and it's missed. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്താൻ വളരെ വൈകിട്ടായിരിക്കും, 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആ വിൻഡോ പോവും. സ്ട്രോക്ക് ട്രീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡിസബിലിറ്റി അവോയ്ഡ് ചെയ്യാനുള്ള ആ വിൻഡോ പോവും. നമ്മുടെ ഒരു ന്യൂമോണിക് യൂസ് ചെയ്യുന്നത് ബി ഫാസ്റ്റ് എന്നാണ് സ്ട്രോക്കിന് സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ബി ഇസ് ഫോർ ബാലൻസ്. സോ ബാലൻസ് മീൻസ് പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് നടത്തിൻ്റെ ഒരു ആട്ടം വരിക, കള്ള് കുടിച്ച പോലെ നടക്കുക, ഒരു സൈഡ് ചെരിഞ്ഞ് നടക്കുക.
ദിസ് ഇസ് എ സിംറ്റം ഓഫ് സ്ട്രോക്ക്. നമ്മുടെ തലച്ചോറ്, സെറിബെല്ലം, ബാലൻസിൻ്റെ സെൻറ്റേഴ്സ്, ബ്രെയിൻ സ്റ്റെം, കോർഡിനേഷൻ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റേഴ്സിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ഈ ബാലൻസിൻ്റെ ഇഷ്യൂ വരിക. ഇ ഇസ് ഫോർ ഐസ്. പെട്ടെന്ന് ഒരു സൈഡ് കാഴ്ച നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടായി കാണാം. ഇത് നമ്മൾ തലച്ചോറിൻ്റെ വിഷൻ്റെ ഭാഗത്തിൽ നമുക്ക് രക്തക്കുഴൽ അടയുമ്പോഴാണ് നമുക്ക് ഈ ലക്ഷണം വരിക. എഫ് ഇസ് ഫോർ ഫേസ്. പെട്ടെന്ന് ഒരു സൈഡിൽ മുഖം കൂടുക. ഇത് അധികം പേർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിംറ്റമാണ്. എ ഇസ് ഫോർ ആം. പെട്ടെന്ന് കൈ തളർന്നു പോവുക. ഇറ്റ് ക്യാൻ ബി ലെഗ് ഓൾസോ. പെട്ടെന്ന് കൈയോ കാലോ തളർന്നു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് തരിപ്പ്, മരവിപ്പ് സംഭവിക്കുക. ഇത് ഒരു കാരണമില്ലാതെ ഒരാൾക്ക് സംഭവിക്കേണ്ട ഒരു ലക്ഷണമല്ല. സോ ഇങ്ങനത്തെ സിംറ്റം വരുമ്പോഴും നമ്മൾ സ്ട്രോക്ക് സംശയിക്കണം. പിന്നെ ഉള്ളത് സ്പീച്ച്. എസ് ഫോർ സ്പീച്ച്. സ്പീച്ച് പെട്ടെന്ന് സംസാരം കൊഞ്ഞപ്പ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ സംസാര ശേഷി നിൽക്കുക, അല്ലെങ്കിൽ ആൾക്കാർ സംസാരിക്കുന്നത് മനസ്സിലാവാതിരിക്കുക. ഇതും ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. നമ്മൾ സ്പീച്ച് സെൻറ്റേഴ്സിനെ ബാധിക്കുമ്പോഴാണ് ഈ ഒരു ലക്ഷണം വരിക. ടി ഇസ് ഫോർ ടൈം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈംസ് ഓഫ് ദി എസെൻസ്. സോ എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ രോഗീനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് 4 മണിക്കൂറിനകത്ത് രോഗീനെ എത്തിച്ചാൽ നമുക്ക് IV ത്രോംബോലിസിസ് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സിംറ്റംസ് ഒരു നിയർ ടോട്ടൽ റിക്കവറി വരെ എത്തിക്കാൻ പറ്റും. 6 മണിക്കൂറിനകത്ത്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ 24 മണിക്കൂറിനകത്ത് വരെ തന്നെ നമുക്ക് ത്രോംബെക്ടമി പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും ഉണ്ട്. സോ ടൈം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു റിലേറ്റീവോ ഫ്രണ്ടോ ആരെങ്കിലും സ്ട്രോക്ക് വന്നാൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ലൈഫിൽ? ഉണ്ട്, ഉറപ്പായിട്ടും. നമ്മുടെ കുറേ ഫാമിലി റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഐ തിങ്ക് ഇറ്റ്സ് എ വെരി കോമൺ തിങ് ഇൻ കേരള. ഐ തിങ്ക് 4 എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 1 in 4 persons in life വരാനുള്ളത്. അപ്പോൾ വാട്ട് യു ആർ ആക്ച്വലി why is told all these things is what you are doing is ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് കുറേ നാളുകൊണ്ട് അതിൻ്റെ ഒരു അത് സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ കൃഷ്ണദാസ് സഞ്ജുവിന് കുറേ ക്രിക്കറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കും. അതുപോലെ സഞ്ജുവിൻ്റെ അടുത്ത് ഒരു വിഷമം പറയാനുണ്ട്, ഒരു പരാതി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ട് നമുക്ക് കേരളത്തിൽ സ്വന്തമായിട്ട് ടീം കുറച്ചേറെ കുറച്ച് ടസ്കേഴ്സ് ഉണ്ടായിരുന്നു. സ്വന്തമായ ടീമില്ലാത്ത കാരണം പണ്ട് ഞാൻ ഭയങ്കര ഒരു ക്രിക്കറ്റ് പ്രേമിയാണ്. ശരിക്കും പറഞ്ഞാൽ ന്യൂറോളജിക്കാട്ടിലേക്ക് കുറച്ച് കൂടുതൽ ക്രിക്കറ്റാണ്. കാരണം എൻ്റെ അച്ഛൻ പണ്ട് സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് മരക്കൊമ്പിൽ ഇരുന്ന് റേഡിയോ കേട്ട് ക്രിക്കറ്റ്. അങ്ങനെ ഞാൻ ഒരു 85-ലാണ്, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ TV മേടിക്കണം. അപ്പം അതിന് മുന്നേ നമ്മുടെ എറണാകുളത്തിൽ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ TV ഉണ്ട്. ഷാർജ കളി കാണാൻ രാവിലത്തെ ട്രെയിനിന് പോയി വൈകുന്നേരത്തെ ഞങ്ങൾ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ കളിയുടെ ആകെ 30 ഓവറൊക്കെ കിട്ടുള്ളൂ, പക്ഷെ ആ സന്തോഷത്തിൽ നമ്മൾ പോയി വരും. അപ്പോൾ അങ്ങനെ 85-ൽ 87 തൊട്ടിട്ട് എല്ലാ വേൾഡ് കപ്പും, എല്ലാ കളികളും, എല്ലാ ടെസ്റ്റും എല്ലാം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ടീമില്ലാത്ത കാരണം പണ്ട് IPL-ലുള്ള എല്ലാ കളിയും ഞാൻ കാണുമായിരുന്നു. സഞ്ജു വന്നോട് കൂടിയിട്ട് എനിക്ക് സ്വന്തമായൊരു ടീമായി ഞാൻ രാജസ്ഥാൻ റോയൽസിന്റെ കളി മാത്രമേ കാണുള്ളൂ. അതാണ് എൻ്റെ പരാതി. ബട്ട് ദെൻ ലൈക്ക് നമുക്ക് ഭയങ്കര അഭിമാനമാണ് സഞ്ജു, സത്യം പറയാം. ലൈക്ക് ഓരോ ദിവസവും സഞ്ജു വന്ന് ബാറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു 6 അടിക്കുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ താങ്ക്സ് ഫോർ എന്റർടൈനിങ് അസ്. ആൻഡ് ഞാൻ ചോദ്യങ്ങളിലേക്ക് പോവാം. സഞ്ജുവിന്റെ കളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ വിചാരിക്കണു. തെറ്റൊക്കെ ഉണ്ട്, സഞ്ജു തന്നെ തിരുത്താം. ഞാൻ അത്ര മോശം ന്യൂറോളജിസ്റ്റ് അല്ല, ഇതിന്റെ ചോദ്യത്തിനെക്കാട്ടും നല്ല ന്യൂറോളജിസ്റ്റ് ആണ് ഞാൻ. ഓക്കെ, ശരി. IPL-ലെ ചരിത്രത്തില് ഏറ്റവും വലിയ റൺ ചേസ് നടത്തിയ ടീം ഏതാണ്? റൺ ചേസ് നടത്തിയ ടീം നടക്കാൻ പോകുന്ന ഓർമ്മയിൽ ഡോക്ടർ വേറൊരു മനസ്സിലായി ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടറിനൊരു വിഷമം പറഞ്ഞല്ലോ, ഒരു ടീം മാത്രം ആണ് ഫോളോ ചെയ്യുന്നതും. അങ്ങനെ എനിക്ക് ഒരു സന്തോഷമുള്ളൂ, ഞാൻ കളി കാണാറില്ല, ഞാൻ എൻ്റെ കളി മാത്രം കളിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ കളികളുടെ ഹിസ്റ്ററി മാത്രമേ ഓർമ്മയുള്ളൂ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഡോക്ടറിന്റെ ഫേവറേറ്റ് ഷാർജ സ്റ്റേഡിയത്തിലെ പഞ്ചാബ് കിങ്സ് 11 220 220
ഫേമസ് രാഹുൽ തിവത്തിയ മാച്ച് ആയിരുന്നു. 5 6 അടിച്ച മാച്ച്, ഒരു ഓവറിൽ 5 6 പുള്ളി അടിച്ച്. ഞാൻ സൈഡിൽ കൂടെ ഒരു 80 റണ്ണൊക്കെ അടിച്ചായിരുന്നു. 85 എത്ര ബോളാ? 42 ബോൾ. അടുത്ത ഒരു ഹർഷ ബോഗ്ലിയാണ് കേട്ടോ. അയ്യോ, ഞാൻ ക്രിക്കറ്റ് ഫൈനൽ കളിയൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോ ഒന്ന് സൈഡിൽ കൂടെ ലീവ് എടുക്കും. ഇനി മനസ്സിലായിക്കോണം കാരണങ്ങൾ പറയാം. കറക്റ്റാണ് സഞ്ജു, വളരെ കറക്റ്റാണ്. അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. ഇന്റർനാഷണൽ T20 മാച്ചസിൽ ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പ് ഇന്ത്യക്ക് വേണ്ടി ആരൊക്കെയാണ്? ആരുടെ പാർട്ട്ണർഷിപ്പാണ്? ഏത് വിക്കറ്റ് ഒന്നുമില്ല T20 ഇന്റർനാഷണലില് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പ്? എനിക്ക് എന്റെ കളികളെ ഓർമ്മയുള്ളൂ. അത് മതി, ധാരാളല്ലേ. ഞാൻ പണ്ട് അയർലൻഡിൽ പോയപ്പോൾ എയർലൈനിൽ പോയപ്പോൾ ദീപക് കൂടെയും തമ്മിൽ വലിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 180. അത് ആ കളിക്ക് വേറെ അതിന്റെ സെക്കൻഡ് വിക്കറ്റിനായിരുന്നു. സഞ്ജു വൺ ഡൗൺ ആയിരുന്നു. അത് സെക്കൻഡ് വിക്കറ്റിൽ വേൾഡ് റെക്കോർഡാണ്. ഞാൻ ഓർത്ത് വെക്കാറില്ല. അപ്പൊ സഞ്ജുവിന്റെ റെക്കോർഡുകളിലൂടെ ആ കളിയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാം? ഓർമ്മകള് ഭയങ്കര, നമ്മള് IPL ഫൈനലിലെത്തിയ ഒരു വർഷം ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറെ സെലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ഒരു സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് രാവിലെ കിട്ടിയ ഒരു അവസരമായിരുന്നു. നമുക്ക് കഴിഞ്ഞ മാച്ച് ഞാൻ കളിച്ചില്ലായിരുന്നു, ഫസ്റ്റ് മാച്ച് ഡ്രോപ്പ് ആയിരുന്നു. സെക്കൻഡ് മാച്ച് പെട്ടെന്ന് ഓപ്പണിംഗിൽ ഒരാൾക്ക് ഇഞ്ചുറി വന്നിട്ട് കിട്ടിയ, ഇല്ല അവിടെ തെറ്റി. നമ്മുടെ ഋതുരാജ് ഗായക്കോടായിരുന്നു ഇഞ്ചോർഡ് ആയത്. പുള്ളിയുടെ കാല് ചെറുതായിട്ടൊന്നും. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടിയ ഒരു അവസരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഒരു ആദ്യത്തെ ഹാഫ് സെഞ്ചുറി ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി അതിൻ്റെ. അപ്പോൾ അതിലൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഒരു ബാറ്റിങ്ങിന് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡ്രീം വന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, ഇന്ത്യ ജേഴ്സി ഇട്ട് ബാറ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ പോക്കണം. അപ്പോൾ അതങ്ങ് നടന്ന ദിവസം. അതെ, കാര്യം മനസ്സിലായി. 48 നമുക്ക് അതിനേറെ ടെൻഷൻ. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ തന്നെ അതിനിടയിൽ നമ്മൾ കുറച്ച് ഒരു സ്ലോ ആയപ്പോൾ സഞ്ജുവിന്റെ പ്രോബ്ലം എനിക്ക് എല്ലാവർക്കും അറിയാം. അതായത് യു ആർ എ കംപ്ലീറ്റ് ടീം. ഞാൻ വെറുതെ എത്തി പറയുന്നതല്ലേ. വി നോ ദാറ്റ്. കാരണം ഇഫ് യു വാണ്ട് ടു പ്ലേ സ്ട്രേറ്റ്, പതുക്കെ റൺസ് എടുത്താൽ യു ക്യാൻ ഈസിലി സ്കോർ റൺസ്. സോ T20 വരുമ്പോൾ യു പ്ലേ ഫോർ ദ ടീം. വെൻ ദ റൺ റേറ്റ് കുറച്ച് താഴ്ന്ന യു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. വി നോ ദാറ്റ്. നമുക്കറിയാം വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അന്ന് ഭയങ്കര ടെൻഷനാണ് സൗത്ത് ആഫ്രിക്ക മാച്ചിൽ. അത് മൈത്രിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ടെൻഷൻ തെറ്റിദ്ധരിക്കരുത്. ലൈക്ക് സോ ഹാപ്പി ഫോർ യു നോ. സോ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ഇറ്റ്സ് സെക്കൻഡ് ഹയസ്റ്റ് സ്കോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി ഒരു പേഴ്സണൽ അല്ല, ഒരു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. സഞ്ജു ഏതോ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കേട്ടു ഇന്ത്യൻ IPS ആയിരുന്നു ചെറുപ്പത്തിൽ. ഏത് സമയത്ത് ഇത് മനസ്സിലായത് IPS അല്ല, ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്, IPS അല്ല നമ്മളത് മനസ്സിലായത്? ഏകദേശം ഒരു ഏജ് ഒക്കെ ഓർമ്മ. അതായത് നമ്മളത് തീരുമാനിക്കുന്നത് അച്ഛൻ ഡൽഹി പോലീസ് ആയിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ റിട്ടയർഡ് ഡൽഹി പോലീസാണ്. അപ്പോൾ ഒരു പോലീസിന്റെ ഒരു പേഴ്സണാലിറ്റിയും അതിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ കളിക്ക് ക്രിക്കറ്റ് തന്നെയാണ്, അത് ഒരിക്കലും അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ചെറുപ്പത്തിൽ പറയാം ക്രിക്കറ്റ് കളിക്കും, കുറച്ച് കഴിഞ്ഞ് IPS ആവും. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറച്ചൊന്ന് വിവരമൊക്കെ വെച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി IPS ഒക്കെ അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പോഴാണ് തീരുമാനം എടുത്തത്. ആ സ്വപ്നം ഒന്ന് മാറ്റി വെച്ചാൽ സമാനമായിട്ട് ക്രിക്കറ്റ് കളിക്കാം. നമുക്കും ഇതുപോലെ ചില കഥകളൊക്കെ പറയാനുണ്ടല്ലേ സച്ചിൻ? നമ്മൾ ഈ മറ്റേ കോളേജ് ടീമിലൊക്കെ എത്തുമ്പോൾ നമ്മള് റോയൽ സ്പോർട്സ് കുളപ്പുള്ളിയുടെ വലിയ കളിക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ കളിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റേ കോളേജ് ടീമിലൊക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ സെലക്ഷനൊക്കെ പോകുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലിരുന്ന് സെഞ്ചുറി അടിച്ചു കളയും. സിംഗിൾ ഓടി 2 ഓടി കറക്റ്റ് എല്ലാ റൺസും എടുക്കും, 100 റൺ. പക്ഷെ അതൊന്നും വലിയ സംഭവമല്ല. ഇന്ന് ഞാൻ എൻ്റെ 5 വയസ്സുള്ള മോൻ വന്ന് പറയാം, അച്ഛൻ ഞാൻ 1000 അടിച്ചു. നീ എത്ര ബോളിലാണ് 1000 അടിച്ചു? 120 ബോളില് 6 അടിച്ചാൽ പോലും എത്തില്ലല്ലോ പോലെ. അപ്പൊ സഞ്ജുവിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കുട്ടികളുണ്ട്. നമ്മൾ അന്നൊരു 100 അടിച്ചിട്ട് 150 ബോൾ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സഞ്ജുവിനായിരുന്നു വിജയ് ഹസാരയുടെ ഫാസ്റ്റസ്റ്റ് ഡബിൾ സെഞ്ചുറി അല്ലെ? അതായത് ഗോവയ്ക്കെതിരെ 2019 ബോളില്. പക്ഷെ ആ റെക്കോർഡ് അടുത്ത് ബ്രേക്ക് ചെയ്യപ്പെട്ടു. ആരാ ബ്രേക്ക് ചെയ്തത്?
അറിയാം, ബ്രേക്ക് ചെയ്തല്ലേ? ബ്രേക്ക് ചെയ്തു. എല്ലാം വളരെ പെട്ടെന്ന്. ക്ലൂ ആണോ? ക്ലൂ മറ്റു കളികൾ കാണാത്തവരെ കുറച്ച് പാടായിരുന്നു. ഉടനെയാണോ ബ്രേക്ക് ചെയ്തത്? 2021-22 സീസണിൽ ഒരു സിനിമാ നടന്റെ പേരുള്ള ആളാണ് ബ്രേക്ക് ചെയ്തത്. അല്ല, സിനിമാ നടന്റെ പേരുള്ള ആളാണ്. കടുത്ത സിനിമാ നടൻ, വലിയ സിനിമ, ഏറ്റവും വലിയ സിനിമയാണ്. ഞാൻ വേണമെങ്കിൽ ബോൾസ് പറയാം, അപ്പൊ ഒരു ഐഡിയ കിട്ടും. 86 ബോളിൽ 200. 86 ബോളിൽ 200? ഡോക്ടറാണോ? ടിവിയിലാണോ? വീഡിയോ ഗെയിമിലോ? ഏത് ക്ലൂ ആണ്? 86 ബോൾ 200? ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ തന്നെ. അവനൊക്കെ കളിച്ചു. പുതുശ്ശേരി വെച്ചിട്ട് പുതുശ്ശേരിക്കെതിരായിട്ട് സത്യമായിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ നെറ്റിന്നൊക്കെ കണ്ടുപിടിച്ചതാണ്. തെറ്റി എന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതിനെക്കാട്ടും നല്ല ന്യൂറോളജിസ്റ്റ് ആണ്. ഇതിന്റെ മെയ്ഡൻ വൺ ഡേ ഇന്റർനാഷണൽ സെഞ്ചുറി ഇപ്പൊ കഴിഞ്ഞത് 21 ഡിസംബറിനല്ലായിരുന്നു അല്ലെ? 22 ഡിസംബറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം കണ്ടുപിടിക്കും. അപ്പൊ അത് ഡബിൾ സെലിബ്രേഷൻ ആയിരുന്നിരിക്കും അല്ലെ? 22 ഡിസംബർ സൗത്ത് ആഫ്രിക്ക വെച്ചായിരുന്നു അത് സെലിബ്രേറ്റ് ചെയ്തത്. അവിടെ വൈഫ് വന്നിരുന്നു. കോയിൻസിഡൻസ് അല്ലേ? പ്രീവിയസ് ഡേ അന്ന് എന്റെ ചേട്ടനും സെഞ്ചുറി അടിച്ചായിരുന്നു. 21 ഡിസംബറിന് കേരളത്തിലൊരു ടൂർണമെന്റിൽ ചേട്ടനും ഒരു സെഞ്ചുറി അടിച്ചായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ ഭയങ്കര ആഘോഷമായിരുന്നു. അച്ഛനൊക്കെ അമ്മയൊക്കെ ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം വൈഫ് നമ്മുടെ ആ ഒരു ഇന്റർവ്യൂ ഒക്കെ ഇടയ്ക്ക് വന്നല്ലോ. അപ്പോൾ വൈഫിനെ നമ്മളിപ്പോൾ ഇവ ഭയങ്കര വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ എന്താ പറയുക ഒരു വളരെ ഹംബിൾ പ്ലസന്റ് ആയിട്ട് ഈ നല്ല ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതുപോലെയാണ് കൺട്രോളില്ലാതെ ചിരിക്കും. ഈ ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഹാർട്ടിൽ ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വളരെ ഒരു സങ്കടമുള്ള കെമിസ്ട്രി അത് ഭയങ്കര രസമായിട്ട് തോന്നി. അത് ഡെഫിനറ്റ്ലി ഷി ഹാസ് പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ യുവർ ലൈഫ് വെച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര നമ്മുടെ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി ആയാലും ഏതൊരു കാര്യത്തിലായാലും നമ്മുടെ ഒരു ഫാമിലി കോർ വാല്യൂസും അതൊക്കെ ഒരു വൈറ്റൽ പാർട്ടല്ലേ നമ്മുടെ ഓൺഗോയിങ് ജേർണി. അതായത് നമുക്ക് എല്ലാം വരുമല്ലോ ലൈഫിൽ, ലോയും വരും, സക്സസ് വരും, ഹൈസ് വരും. അപ്പോൾ അവിടെയെല്ലാം നമുക്കൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഉള്ള ഹ്യൂമിലിറ്റി, ആ ഒരു സന്തോഷം, നമ്മുടെ ഒരു എന്താ പറയുക ഒരു ജാടയില്ലാതെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ചലഞ്ച്. ഓടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഡോക്ടർ, നമ്മള് എൻ്റെ ലൈഫ് പഠിപ്പിച്ചത് അതാണ്. ലൈക്ക് ഹൗ മച്ച് എവർ യു ഗ്രോ, അല്ലെങ്കിൽ എത്രയും സക്സസ് ലൈഫിൽ വരുമ്പോൾ യു ഹാവ് ടു ബി അവെയർ. നമ്മൾ കുറച്ചൊന്ന് കൈവിട്ട് പോകുന്നുണ്ടോ, നമ്മൾ തന്നെയാണ് എല്ലാം എന്നുള്ളൊരു അഹങ്കാരം വരുന്നുണ്ടോ, ഞാൻ എപ്പോഴും ഒരു ചെക്കപ്പ് ചെയ്യും. പിന്നെ കൂടെയുള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ചാരു ഉറപ്പായിട്ടും ഭയങ്കര ഒരു പവർഫുൾ പാർട്ട്ണർഷിപ്പാണ് ദൈവം സഹിച്ച് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയാറില്ല എനിക്ക്, അപ്പോൾ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ അച്ഛനമ്മ പേരൻറ്റിങ് അത് വലിയൊരു ഫാക്ടറായിരുന്നു. ചെറിയ വയസ്സിൽ 19-20 വയസ്സ് വരെ ഐ വാസ് വിത്ത് ദം ടോട്ടലി. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻഫ്ലുവൻസും അവരുടെ ഗൈഡൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ഓരോ ഫേസിലും നമ്മൾ പുതിയ ഒരു സപ്പോർട്ടും ഒരു ഗൈഡൻസും കണ്ടെത്തും ലൈഫിൽ. അപ്പോൾ പേരൻസ് ആയിരുന്നു, പിന്നെ ചാരു എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു കൂട്ടുകാരനുണ്ട് ഇക്ലാസ് നാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ലാസ് നായൻ എനിക്ക് എൻ്റെ 12ാം വയസ്സിലേ അറിയാം. അപ്പോൾ പുള്ളി മലപ്പുറത്തെ ഒരാളാണ്. ഞങ്ങൾ അണ്ടർ 13 മുതൽ കേരളത്തിന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ്. ഞാൻ ക്യാപ്റ്റനാണ്, അവൻ വൈസ് ക്യാപ്റ്റനാണ്. അപ്പോൾ പുള്ളി 19 കളിച്ചു, തന്നെ എൻ്റെ കൂടെ കളിച്ചു, സ്റ്റേറ്റ് കളിച്ചു. അപ്പോൾ പുള്ളി പെട്ടെന്ന് പോണ്ടിച്ചേരിക്ക് വേണ്ടി അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ പോയി. അപ്പോൾ അവിടേക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സെയിം ഏജാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സൈഡ് നോക്കാൻ കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റ് കമ്പനിയുടെ കൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ചേരുന്നില്ല, എടാ നീ ഒന്ന് കളി നിർത്തിക്കോ, എനിക്ക് നിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയല്ല, വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെയല്ല. എനിക്ക് സപ്പോർട്ടിൻ്റെ ഭയങ്കര അത്യാവശ്യമാണ്. എൻ്റെ കരിയറിലും ഇന്ത്യൻ ക്രിക്കറ്റർ ആവുന്നതും ഭയങ്കര ഒരു ചലഞ്ചിങ് ഫേസസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത്, എടാ നീ ഒന്ന് കളിയൊന്ന് നിർത്തിയിട്ട് നീ എൻ്റെ കൂടെ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എൻ്റെ മാനേജറായിട്ട് വരും. അടുത്ത ദിവസം തന്നെ അവൻ പോണ്ടിച്ചേരിന്ന് കേരളത്തെത്തി എൻ്റെ കൂടെയാണ് ഫുൾ ടൈം നിൽക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിലുള്ളൊരു സാക്രിഫൈസ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വളർച്ച ഇനിയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 99 നിൽക്കുമ്പോൾ
എനിക്ക് ഓൾറെഡി ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് 97-ൽ ഞാൻ 2-3 ഓവർ ഉണ്ടായിരുന്നു. ആ സ്ട്രൈക്ക് അപ്പോൾ സ്ട്രൈക്ക് കിട്ടുന്നില്ല. ഞാൻ നോൺ സ്ട്രൈക്കർ എൻഡാണ്. അപ്പോൾ നോൺ സ്ട്രൈക്കർ എൻഡാണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം. അവിടെ നമ്മുടെ മൈൻഡ് നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അടുത്ത ബോളിന് 6 അടിച്ചേക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ പലതും ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചാരു പ്രാർത്ഥിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ ആ ഒരു ചിന്ത വന്നുള്ളൂ. പക്ഷേ നാട്ടിൽ വന്ന ദിവസം മുതൽ എന്നെ കാണുന്ന എല്ലാവരും പറയുന്നു, 99 നിന്നപ്പോൾ ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും അവർ ചുമ്മാ പറയുന്ന നമുക്കും ജെന്യുവനായിട്ട് ഫീൽ ചെയ്ത് പറയുന്ന ആൾക്കാരെ വ്യത്യാസം അറിയാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര ജെന്യുവനായിട്ടുള്ള ഒരാൾക്കാർ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതും ഞാൻ മാത്രമല്ല. അപ്പോൾ ആ ഒരു 2 സെക്കൻഡെങ്കിലും എനിക്ക് വേണ്ടി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും അത് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് തകർക്കാം. നമുക്ക് 4 ചോദ്യം കൂടെ ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ലല്ലോ. ശരി, കുഴപ്പമില്ല. IPL എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിരുന്നു 2013 സഞ്ജു. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. മറ്റു കളികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പ്ലെയർക്ക് മാത്രമേ എമർജിംഗ് പ്ലെയർ ആവാൻ പറ്റിയിട്ടുള്ളൂ. അതായത് അറിയോ? ബംഗ്ലാദേശ്. എല്ലാ മെഡിക്കൽ കോൺഫറൻസിനും ക്വിസ് നടത്തുന്ന ആളാണ്. എനിക്കുണ്ട്. ഒരു ഇന്റർനാഷണൽ പ്ലെയർ മാത്രമേ എമർജിംഗ് പ്ലെയർ ആയിട്ടുള്ളൂ. ആരാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ലെഫ്റ്റ് ആം പേസറാണ്. നന്നായി കളിച്ച, അതായത് 2016 2016 SRH ചാമ്പ്യൻസിന് വേണ്ടിയിട്ട് ഒരു കേരളക്കാരന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബേസിൽ തമ്പി. കുട്ടായി. പെർഫെക്റ്റ്. 2017 ഗുജറാത്ത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സഞ്ജു 2013 അണ്ടർ-19 ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അല്ലേ? ആൻഡ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തതും സഞ്ജു ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു? അതാണ് ചോദ്യം. എന്റെ ടീമിന്റെ ക്യാപ്റ്റനാണ്. എനിക്ക് തനിക്ക് പ്രശ്നമൊന്നുമില്ല. അന്നത്തെ എന്തെങ്കിലും മെമ്മറീസ്? ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഡോക്ടർ. നമ്മള് പാകിസ്ഥാനായിട്ട് കുറെ മാച്ചസ് ഉണ്ടായിരുന്നു. ദുബൈയിൽ വെച്ചായിരുന്നു. അപ്പൊ ദുബൈയിൽ വെച്ച് ഇന്ത്യൻ ടീം കളിക്കുമ്പോൾ അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്ന ഒരു മലയാളിയുടെ ഒരു പവർ എന്നവരാണ് മനസ്സിലാക്കിയത്. നമ്മുടെ സ്റ്റേഡിയം ഫുള്ള് മലയാളികളായിരുന്നു. ദുബൈ അറിയാമല്ലോ, നമ്മുടെ ചേട്ടന്മാരും എല്ലാവരും തകർന്ന് ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴേക്കും അന്നാണ് ഞാൻ ആദ്യമായിട്ട് സഞ്ജു സഞ്ജു എന്നൊക്കെ വിളിയൊക്കെ കേൾക്കുന്നത് സ്റ്റാൻഡ്സിൽ നിന്നൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു അണ്ടർ-19 സമയത്ത്. അതെ. ഇനി ലാസ്റ്റ് ഒരു റാപ്പിഡ് ഫയർ ആണ് സഞ്ജു. 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ 2. പിന്നെ നമ്മുടെ സഞ്ജു ആവട്ടെ, ഇനിയിപ്പോ ചൂസ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഓക്കെ, യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ 2. സദ്യ ഓർ ബിരിയാണി? സദ്യ. സദ്യ. ഫേവറേറ്റ് ഫുഡ് അങ്ങനെ ഉണ്ടോ? എല്ലാം നല്ല അവയർനെസ് ആണ്. കുറച്ച് കലോറി സദ്യ എന്നൊക്കെ പറഞ്ഞു. നാടോടിക്കാറ്റ് ഓർ നരസിംഹം? എല്ലാം 2 മോഹൻലാൽ വെച്ചു, റിസ്ക് വേണ്ടിട്ട്. പക്ഷെ ആ ഏത് ടൈപ്പ് മൂവീസ് ആണ് സഞ്ജുവിന് ഇഷ്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ലൈഫിൽ ഓൾറെഡി കുറെ ഗുമ്മും ഭയങ്കര ഇതൊക്കെ ഉണ്ട്. കുറച്ച് തമാശയൊക്കെ നാടോടിക്കാറ്റാണ് എനിക്ക്. ഫേവറേറ്റ് മൂവി? നമ്മുടെ അതെ, ഇപ്പോഴും കാണാറുണ്ട്.